അവധി ദിനമായി ഇന്ന് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും സ്ഥാനാർത്ഥികൾ കടുത്ത പ്രചാരണത്തിലാണ്. തൃപ്പൂണിത്തുറ UDF സ്ഥാനാർത്ഥി ദീപക് ജോയ് കുമ്പളത്തെ സെന്റ് ജോസഫ് ചർച്ചിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട് നോർത്ത് മണ്ഡലം LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ വോട്ടേഴ്സിനെ കാണാൻ പള്ളിയിൽ വന്നു. ദീപക് ജോയ്ക്കൊപ്പം നമ്മുടെ പ്രതിനിധി സജു ചാമക്കാലയിലുണ്ട്. സജു നമുക്കൊപ്പം ചേരുന്നു. സജു, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഞായറാഴ്ച ദിവസമാണ്, അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളുടെ പട്ടിക അതിനുശേഷം ആദ്യ ഞായറാഴ്ച. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളൊക്കെയും ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും തൃപ്പൂണിത്തുറയിൽ വലിയ രാഷ്ട്രീയ പോര് നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി ദീപക് ജോയ് ഇപ്പോൾ ഇവിടെ ദേവാലയം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പരിപാടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരാധന കഴിഞ്ഞു വരുന്ന ഓരോ വിശ്വാസികളെയും കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഏത് രീതിയിലാണ് ഇന്നത്തെ പ്രചാരണ രീതി എന്നതിനെ പറ്റി, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രചാരണത്തെ പറ്റിയും. ഇന്നിപ്പോൾ ഏത് രീതിയിലാണ് പ്രചാരണം മുൻപോട്ട് പോകുന്നത്? നല്ല രീതിയിൽ എല്ലാ പള്ളികളിലും കയറുന്നു, അമ്പലങ്ങളുണ്ട്, നിരവധി മതസ്ഥാപനങ്ങളിലൊക്കെയാണ് ആദ്യമേ രാവിലെ തന്നെ പ്രചരണം തുടങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ല റെസ്പോൺസാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. പുതിയ ഗവൺമെൻറ് വരുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. വൈപ്പിനിലുള്ള രണ്ടുപേർ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്ന് വീണ്ടും മത്സരിക്കുന്നത്. എന്ത് തോന്നുന്നു? വലിയ രാഷ്ട്രീയ പോരാട്ടം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം 30 വർഷത്തോളമായി UDFന് വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ്. തീർച്ചയായിട്ടും വികസന തുടർച്ച ഉണ്ടാകണം. സ്ത്രീകളും യുവാക്കൾക്കുമൊക്കെ പുതിയ വികസനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുമ്പോൾ നിരവധിയായ പദ്ധതികളും ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2021 കെ ബാബുവിന്, അതായത് ഈ ജില്ലയിൽ 14 മണ്ഡലങ്ങളിൽ ഏറ്റവും കുറച്ച് ഭൂരിപക്ഷം ലഭിച്ച ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അപ്പോൾ അത്തരത്തിൽ ഇത്തവണ ഏതൊക്കെയാണ് നിങ്ങളുടെ ഒരു പ്രവർത്തന രീതികൾ മുന്നോട്ട്? കഴിഞ്ഞ തവണത്തെക്കാട്ടിയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്തുകളിലൊക്കെ മികച്ച വിജയം UDF നേടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യമാണ് ഇത്തവണ. നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല വിജയം നേടും. പത്രിക ഇന്നലെ സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ദിവസം, ഇനിയിപ്പോൾ 3 ആഴ്ച തികച്ചില്ല, എന്താണ് ഒരു പ്രചരണ രീതി? ഇനി 14 ദിവസമേ ഉള്ളൂ. തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ പ്രചരണം പോവും. ഇനി പ്രചരണത്തിൻ്റെ തലങ്ങളിൽ മാറും. തീർച്ചയായിട്ടും ശക്തമായ പ്രചരണം ഉണ്ടാവും. വലിയ വിജയം നേടും. വൈപ്പിനിലെ സിറ്റിംഗ് MLA ആയിരിക്കുന്ന KN ഉണ്ണികൃഷ്ണനാണ് എതിർ സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി. അദ്ദേഹം വൈപ്പിനിൽ ഒരു ടേം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇങ്ങോട്ട് മാറി എന്നുള്ളത് ജനങ്ങളോട് പറയേണ്ടതാണ്. സാധാരണ സിറ്റിംഗ് MLAമാരെല്ലാം മണ്ഡലത്തിൽ തുടരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് മാറി മത്സരിക്കുന്നു എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ജനങ്ങൾ അതിനുള്ള മറുപടി പറയും. SKN പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങൾ മറുപടി പറയണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.